എൻ്റെ പേര് ലഹൻ, UPS S2 ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ഈസ, ഞാനും S2 ബാച്ചിൽ UPS +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. UPS ചേർന്ന് എന്തുകൊണ്ടും ഒരു നല്ല തീരുമാനമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കുട്ടികളായിട്ടും ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും. നമ്മളെല്ലാ കാര്യത്തിലും പിന്നെ എൻട്രൻസ് എന്ന് പറഞ്ഞ് ഒന്നിന് മാത്രം ഇമ്പോർട്ടൻസ് അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും സെയിം ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ബോർഡ് എക്സാം ആണെങ്കിൽ AFSR കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ബോർഡ് എക്സാം എപ്പോഴാണ് പഠിക്കേണ്ടതെന്ന് പറയും. +1 ആയാലും +2 ആയാലും AFSR ഒരു അഡ്വൈസ് എപ്പോഴും നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് AFSRൻ്റെ വിസിറ്റിംഗ് ഉണ്ടാവും. നമുക്ക് ഡൗൺ ആകുമ്പോഴൊക്കെ നമ്മളെ പൊക്കാനും, പിന്നെ ലാബിൻ്റെ കാര്യമൊക്കെ കറക്റ്റ് ക്ലാസ് ഒക്കെ എടുത്തൊന്ന് എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കറക്റ്റ് നമുക്ക് പറഞ്ഞു തരും. അവിടെ ഒന്നും ഒരു മാർക്ക് നമ്മളോട് മിസ്സാക്കില്ല. അതുകൊണ്ട് ബോർഡ് എക്സാം എൻട്രൻസ് ഒക്കെ ഒരേപോലെ തന്നെ കൂടെ കൊണ്ടുനടക്കും നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ ലാബിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. കാരണം ലാബ് ഇവിടുന്ന് ചെയ്യിപ്പിച്ചത് ഇതിന് ഇവിടെ ചെയ്യിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ അവിടെ എത്തുമ്പോൾ അതിന് പുറമേ ഒരു സാധനം ഉണ്ടാവില്ല അതിനെല്ലാം. പിന്നെ ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെല്ലാ വിജയബേരി, മോഡൽ എക്സാം, അങ്ങനെ സ്പെൽ ടെസ്റ്റ്, അങ്ങനെ കുറേ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഫൈനൽ എക്സാം എത്തുമ്പോഴത്തേന് ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തോന്നുള്ളൂ. നമ്മളിതൊക്കെ കണ്ട ക്വസ്റ്റ്യൻ തന്നെ ആവും. പിന്നെ എൻട്രൻസിൻ്റെ പറയുകയാണെങ്കിൽ കറക്റ്റ് ടൈം കറക്റ്റ് ക്ലാസ്. ഇക്കൊല്ലത്തെ പ്രത്യേകത എന്ന് തന്നെ പറയുമ്പോൾ നമ്മുടെ ക്ലാസ് നേരത്തെ തീർന്നിട്ടേനി. നേരത്തെ തീർന്നപ്പോൾ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറേ ടൈം തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എൻ്റെ +1 ടോപ്പിക് പെൻഡിങ് ഉള്ളത് ഞാൻ അന്ന് കവറപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ +2 നമുക്ക് പെട്ടെന്ന് കവറപ്പ് ചെയ്യാനുള്ള ടൈം ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒരു നവംബർ ആ ടൈമിൽ തന്നെ എല്ലാ ടോപ്പിക്കും നമുക്ക് സ്കിപ്പ് ചെയ്തിട്ടില്ല, എന്നാൽ എല്ലാതും എടുത്തിട്ടുണ്ട്. അതും ഒരു കറക്റ്റ് ഷെഡ്യൂളിൽ ഇപ്രാവശ്യം തീർന്നുണ്ട്. ഇപ്പോൾ JEE 1 ആകുമ്പോഴത്തേന് നീറ്റ് ബാച്ച് ആയാലും നമ്മളെ ഇതൊക്കെ തീർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഇപ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ കുറേ പരീക്ഷകൾ നമ്മളോട് എഴുതി വെച്ചാണ്. അതുകൊണ്ട് അവസാനത്തെ പരീക്ഷ നമ്മളൊന്നും വലിയ ടെൻഷനില്ല. കാരണം എക്സാം എൻവയർമെൻറ്റ് നല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് നല്ലൊരു പ്രാക്ടീസും അങ്ങനെയൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണ്. വരുന്ന തെറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫൈനൽ എക്സാം ആകുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുകയാണ്. പിന്നെ ഫൈനൽ എക്സാമിൻ്റെ ഒരു 2 ദിവസം മുമ്പേ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി. കാരണം അതിന് മുമ്പേ നമ്മൾ റെഡിയായ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ എല്ലാ സബ്ജക്റ്റും ഒരേപോലെ ഇമ്പോർട്ടൻസ്. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ഓർഗാനിക് ഇവിടെ ഏറ്റവും അടിപൊളി ക്ലാസ്സാണ് തരുന്നത്. അപ്പം അതിൻ്റെ ആ നോട്ടൊന്നും അതിൻ്റെ പുറത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാവില്ല നമുക്ക് ഏത് മൊഡ്യൂൾ എടുത്ത് ചെയ്യുകയാണെങ്കിലും. യൂണിവേഴ്സിലെ മൊഡ്യൂൾ അടിപൊളി തന്നെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ ഇവിടുത്തെ ലൈബ്രറിയും ഫാക്കൽറ്റീസൊക്കെ ടോപ്പാണ്. ഫാക്കൽറ്റീസൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉള്ളതും നമ്മുടെ ക്ലാസ്സൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈബ്രറിയിലാകുമ്പോൾ ക്ലാസ്സിലെ ദിവസം നമുക്ക് ലൈബ്രറി ഒന്ന് കുത്തിരിക്കാം. നല്ലൊരു ആംബിയൻസ് ഒക്കെ തന്നെയാണ്. അവിടെ കുറേ ബുക്സ് ഉണ്ട് റെഫർ ചെയ്യാൻ, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും. പിന്നെ മെൻറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഭാഗത്തും കൂടെ ചിന്തിച്ചിട്ടാണ് നമ്മളോട് എല്ലാ കാര്യവും സംസാരിക്കുക. നമ്മളെ ഭാഗത്ത് മാർക്ക് കുറയുകയാണെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് എന്താ കുറഞ്ഞതെന്ന് ചോദിക്കും. ഇതുവരെ ഒരു കുട്ടീനെയും മോഡൽ എക്സാമോ എന്ത് എക്സാം ആയാലും മാർക്ക് കുറഞ്ഞിട്ട് ഇതുവരെ ചീത്ത അറിഞ്ഞില്ല. നമുക്ക് വേണ്ട സപ്പോർട്ട് എന്താണോ, നമുക്ക് വേണ്ട മെറ്റീരിയൽ എന്താണോ അതൊക്കെ നമ്മളോട് ചോദിച്ച് നമ്മളെ അറിഞ്ഞിട്ട് നമ്മളെ പരിചരിക്കണം. അതിനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ പാരൻസ് കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മളൊരു പാരൻറ്റ് ഇവിടെ ഉള്ള മാതിരി നമുക്ക് എപ്പോഴൊക്കെ തോന്നലുണ്ട്. പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ എക്സാംസിന് പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ സാറ് പറഞ്ഞു, നമ്മൾ നീറ്റും JEE മാത്രം എന്നല്ലാതെ കുറേ കോഴ്സുകളൊക്കെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞുതരും. അങ്ങനെ കുറേ എക്സാംസൊക്കെ നമ്മൾ അപ്ലൈ പറയും, അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. അതൊക്കെ നിങ്ങൾ പോകുന്നില്ലെങ്കിലും അത് നല്ലൊരു പ്രാക്ടീസും നിങ്ങൾ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട്. പിന്നെ കുറേ കോഴ്സുകളായിട്ട് നിങ്ങൾക്കൊരു ബോധമൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ശരിക്കും വ്യത്യാസമാണ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ യൂണിവേഴ്സിൽ പോലെ ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചേരുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളെ കുടുംബം അതിനനുസരിച്ച് മാറുകയാണ്. നമ്മളെ ഭാവിയുള്ള നമ്മളെ അനിയന്മാരും ഇവരൊക്കെ ഒരു എൻട്രൻസ് ഫീൽഡിലോട്ട് ഇറങ്ങി ഒരു പ്രൊഫഷണൽ കോഴ്സ് എങ്ങനെ പെട്ടെന്ന് കരസ്ഥമാക്കുക എന്നുള്ള ഒരു ഇതിലോട്ട് എത്തുകയാണ്. അതാണ് എനിക്ക് യൂണിവേഴ്സിൽ കയറിയിട്ട് വേറൊരു വലിയൊരു മാറ്റമായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ടും യൂണിവേഴ്സിൽ ചേർന്നത് ഒരു നല്ല തീരുമാനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എനിക്കും അങ്ങനെ തന്നെ തോന്നണം. യൂണിവേഴ്സിൽ ചേർന്നത് നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം രണ്ടാവുന്ന കെയറിങ്ങും പിന്നെ അവിടെ നിന്ന് തരുന്ന അക്കാഡമിക്സും രണ്ടും അടിപൊളിയാണ്. അപ്പോൾ രണ്ടും ഒരേപോലെ കൊണ്ടെടുക്കുന്ന ഒരു യുണീക്ക് സ്ഥാപനം തന്നെയാണ് യൂണിവേഴ്സിൽ. പിന്നെ പറയാനുള്ളത് യൂണിഫെസ്റ്റ് ഒക്കെയാണ്. ഇപ്പോൾ AFSR ഒരു പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചാൽ യൂണിഫെസ്റ്റാണ്.
അതും അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ പഠിപ്പ് മാത്രമല്ല, ആവശ്യമുള്ള സമയത്ത് നമുക്കൊരു കൾച്ചറലായിട്ടുള്ള പ്രോഗ്രാമും പിന്നെ എപ്പോഴും പുറത്തുനിന്ന് ഇങ്ങനെ ഇവിടെ പഠിച്ച അലൂമിനി നെറ്റ്വർക്കൊക്കെ വെച്ചിട്ട് കുറേ കുട്ടികൾ ഇവിടെ വരും. അപ്പം ഓരൊക്കെ ഒന്ന് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. മോട്ടിവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓരോ അപ്പം നമുക്കിങ്ങനെ തോന്നും എന്തുകൊണ്ട് ഓർക്കും കഴിഞ്ഞ് നമുക്കും കഴിഞ്ഞുവിടാന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ യൂണിവേഴ്സിൽ നമ്മൾ എപ്പോഴും ഒന്ന് ഡൗൺ ആവാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ കൂടെ ഉണ്ടാവും എപ്പോഴും യൂണിവേഴ്സിൽ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊരു എൻട്രൻസ് ഒരു നല്ല കരിയർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയണത് യൂണിവേഴ്സിൽ എന്തുകൊണ്ടും ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ ഒരു നല്ലൊരു പഠിപ്പിക്കുക മാത്രമല്ല, നമ്മളൊരു മാനേഴ്സ് ഉണ്ടാക്കാനും നമ്മളെ കുട്ടികളുടെ ഉള്ളിൽ ഒരു ഹ്യൂമൺ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാക്കി ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ളവരോടൊക്കെ എങ്ങനെ സംസാരിക്കേണ്ടതെന്നും അതൊക്കെ നമുക്ക് ഇവിടെ എത്തിയാൽ മനസ്സിലാവും. പിന്നെ കുറേ സ്ഥലത്തുനിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോട് ഇൻട്രാക്ട് ചെയ്ത് നമ്മളെ കുഴപ്പങ്ങൾ എന്താ നമുക്ക് മനസ്സിലാവും. അപ്പം അതിൽ നിന്നൊക്കെ യൂണിവേഴ്സിൽ എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനമാണ്. അപ്പം അതൊക്കെ നിങ്ങളെ ഒരു നല്ല കരിയറും ഇതൊക്കെ വേണമെങ്കിൽ യൂണിവേഴ്സിലോട്ട് വരിക. കാരണം ഞങ്ങൾ അതിനുള്ള സാക്ഷിയാണ്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാകാനും പിന്നെ ഇവിടുത്തെ ഹോസ്റ്റലിനെ പറ്റി ഒരു ബേജാറും ഉണ്ടാവും. നല്ല ഫെസിലിറ്റിയാണ്, പഠിക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ദൂരമുള്ള കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വരുന്നത് നല്ലൊരു ചോയ്സായിട്ട് നിങ്ങൾക്ക് തോന്നും. സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യാൻ തന്നെ നല്ലൊരു സ്ഥാപനമാണ് യൂണിവേഴ്സൽ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു എൻട്രൻസ് നിങ്ങൾക്ക് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂണിവേഴ്സിൽ കയറിക്കോ, ഒന്നുകൊണ്ടും മേടിക്കണ്ട.